അല്ല മെയിൻ ആയിട്ട് പജേറോയ്ക്ക് വരുന്ന കംപ്ലൈന്റ്സ് എന്തൊക്കെയാണ്? ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആണ് മെയിനായിട്ട് വരുന്നത്. നമ്മളിപ്പോ എന്താ പറയുക, വെള്ളം, ഓയില്, വെള്ളമാണ് മെയിനായിട്ട് നോക്കുന്നത്. എല്ലാത്തിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന്റെ കുറവാണെങ്കിലും ഓവർ ഹീറ്റ് ആണെങ്കിൽ അത് കാണിക്കും. ഓയിൽ കുറവുണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴാണ് പ്രശ്നം. ഈ വണ്ടി അതേപോലെ പിന്നെ പുറമേ നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ പരമാവധി നമ്മൾ ബൈ റോഡ് ഓടിച്ച് കൊണ്ടുവരാതിരിക്കും. വേറൊന്നുമില്ല, അതിനുള്ള ഒരു കപ്പാസിറ്റി വണ്ടിക്കുണ്ട്, പ്രശ്നമൊന്നുമില്ല. അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷെ നമ്മൾക്ക് പരിചയമില്ലാത്ത വണ്ടി നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കണുള്ളൂ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൈ റോഡ് ഓടിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ എന്തെങ്കിലും വാട്ടർ ലീക്കോ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെയല്ലേ കൊണ്ടുപോകും. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അതുപോലെ പെട്ടുപോയ ഒരു വണ്ടിയാണ് ഇതല്ലേ. ഇതിപ്പോ അങ്ങനെ പ്രശ്നം വന്നിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഓവർ ഹീറ്റ് ആയതായിരുന്നു. ഓവർ ഹീറ്റ് ആയിട്ട് ഗ്യാസ്കറ്റ് പോയി, എഞ്ചിൻ കംപ്ലൈന്റ്, ഇപ്പൊ എഞ്ചിനൊക്കെ പണിത്. അപ്പൊ അത് നല്ലൊരു റേറ്റ് വരും. നമ്മള് പുറമേ നിന്ന് വണ്ടി എടുക്കുന്നത് അതിന്റെ വണ്ടിയുടെ റേറ്റ് നോക്കിയിട്ടാണല്ലോ. അപ്പൊ ഇതിപ്പോ പണിത് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഓടുമ്പോഴേക്കും ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്ന ഏകദേശം റേറ്റ് ആവും. എല്ലാ വണ്ടികളും അങ്ങനെ ഇല്ല, ഓടിച്ചു കൊണ്ടുവരുന്ന വണ്ടികളുണ്ട്. അത് കൊണ്ടായിരിക്കാം നമുക്ക് കാർഗോയില് അയക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടെ നല്ലത്. അല്ലെ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും പണി കിട്ടിയിട്ടുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് ആ ലാഭം നോക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ലാഭം ഇവിടെ ചെലവാക്കേണ്ടി വരും. അപ്പൊ ഇവിടത്തെ വണ്ടി എടുക്കുന്ന റേറ്റ് ആയി. അല്ല ഇപ്പൊ പിന്നെ ഓൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടത്തെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിരുമ്പോ ഏകദേശം ഇവിടത്തെ കെയിലെ വണ്ടിയുടെ ആ ഒരു റേറ്റ് ആയി. എന്നാലും നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുമെന്നാണ് ആലോചിച്ചിട്ടാണ് കൂടുതലും ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഈ ബൈ റോഡ് കൊണ്ടുവരാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇത് അറിയാൻ പറ്റും. ഇത് നമ്മൾ അവിടെ ചെല്ലുന്നു, കാണുന്നു, ഓക്കെ എഞ്ചിൻ സൈഡൊക്കെ ഓക്കെ എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കുന്നു, റേറ്റ് സംസാരിക്കുന്നു, എടുത്തുകൊണ്ട് വരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മേജർ ഇഷ്യൂലേക്ക് പോകുന്നതിന് മുമ്പ് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. റോഡുകൾ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും പരമാവധി അങ്ങനെ ആയിരിക്കാം. നമ്മളുടെ ആ ഒരു ലാഭവും വണ്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ വേറൊരു നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടത്തെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ട് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എല്ലാം എന്നെ ശ്രീഹരി ചേട്ടൻ വിളിക്കാൻ നടക്കണം. കാരണം വർക്ക്ഷോപ്പ് ഒന്നും കൂടെ സെറ്റപ്പ് ആക്കണം അല്ലേ. സെറ്റപ്പ് ആക്കിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞേക്കണം. അപ്പൊ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടിട്ടാണ് എന്നാ പിന്നെ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് കരുതിയത്. അപ്പോ ലാസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇത്രയും എന്താ പറയാ, നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഇപ്പൊ കൂടുതൽ നിങ്ങൾ എന്തായാലും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഇല്ലേ. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പേരുടെ പേര് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിലായിട്ട് കൊണ്ടുവന്നത് ഇത് തുടങ്ങാന്നുള്ള, പിന്നെ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞത് മൂവാറ്റുള്ള സിബി എന്ന് പറഞ്ഞിട്ട് സാറ്. പുള്ളിക്ക് ഒരു പജറോ സ്പോട്ട് ഉണ്ട്. അപ്പൊ ആളാണ് പറഞ്ഞത് നിങ്ങളിങ്ങനെ വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോ നമ്മള് സ്വന്തമായിട്ട് ചെയ്യണം നല്ലത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ എവിടെയെങ്കിലും നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആള് തന്നെ പറഞ്ഞത് എറണാകുളത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഉപയോഗിക്കണം എല്ലാവരും ലോങ് എന്നുള്ള വണ്ടിയാണ്. എല്ലാവരും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് എറണാകുളത്ത് വരും. അപ്പൊ സർവീസ് ചെയ്യാൻ എളുപ്പമാണ്. പുള്ളി മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് പുള്ളിന്നാണെങ്കിൽ എന്റെ വീട് ചെറായിലാണ്. അവിടെ വരെ ഒന്നും വരില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ രാജ്യം ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലം നോക്കി ഈ ഒരു ഏരിയ തന്നെ നോക്കിയിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങുന്നത്.